ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ശ്രുതിയും അശ്വിനും കൂടിയിട്ട് ആരും അറിയാതെ കല്യാണം കഴിച്ചു വരുന്ന ഭാഗത്തെക്കുറിച്ചായിട്ട് പറയാൻ പോണത്. അങ്ങനെ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് ഈ ആഴ്ചയാണ് നമ്മുടെ ശ്രുതിയുടെയും അശ്വിൻ്റെയും വിവാഹം നടക്കുന്നത്. അത് നമ്മുടെ പ്രീതിയുടെയും ആകാശിൻ്റെയും വിവാഹം കഴിഞ്ഞിട്ട് അവരുടെ വിവാഹം കഴിഞ്ഞിട്ടുള്ള ചടങ്ങുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. ആ സമയത്താണ് അവിടേക്ക് അശ്വിനും ശ്രുതിയും കൂടി കടന്നു വരുന്നത്. അവരെ കാണുമ്പോൾ എല്ലാവരും ഞെട്ടിപ്പോകുക കേട്ടോ. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അശ്വിനോട് ചോദിക്കുന്നുണ്ട് പെട്ടെന്ന് അഞ്ജലി, നീ എന്താ കുഞ്ഞി കാണിച്ചത്? നിങ്ങൾ തമാശയ്ക്ക് ചെയ്തതല്ലേ, അല്ലാതെ നിങ്ങൾ വിവാഹം കഴിച്ചിട്ടൊന്നുമില്ലല്ലോ, നിങ്ങൾ ഇങ്ങനത്തെ തമാശ ഒന്നും വേണ്ടായിരുന്നു കേട്ടോ എന്നൊക്കെ പറയുമ്പോഴേക്കും അശ്വിൻ പറഞ്ഞിട്ട്, ചേച്ചിയുടെ പറഞ്ഞത് വിവാഹം ഒരു തമാശയല്ല, ജീവിതമാണെന്ന്, ഇത് ജീവിതം തന്നെയാണ്, തമാശക്ക് കഴിച്ചതൊന്നും അല്ല എന്ന് പറയാണ്. കുഞ്ഞ നീ എന്തൊക്കെയാണ് പറയുന്നത് എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോഴേക്കും, ഇതെൻ്റെ വിവാഹമാണ്, ഞാൻ കഴിഞ്ഞു, അത്ര തന്നെയാണെന്ന് പറഞ്ഞിട്ട് എന്താ സംഭവിച്ചത് ശ്രുതി, നീയെങ്കിലും ഒന്ന് പറയാൻ പറയുമ്പോൾ ശ്രുതി ഒന്നും മിണ്ടാതെ അവിടെ തന്നെ അങ്ങനെ നിൽക്കുക കേട്ടോ. പെട്ടെന്ന് തന്നെ മനോരമ പറയുന്നുണ്ട്, എന്ത് സംഭവിക്കാൻ, മനസ്സിലായില്ലേ സംഭവിച്ചത് എന്താണെന്ന്? ചേച്ചീനെ ആദ്യം തന്നെ ഇവളിവിടേക്ക് കയറ്റി, രണ്ടാമത് അവളിങ്ങോട്ടേക്ക് കയറി വന്നു, എല്ലാം ഇവളുടെ പ്ലാനാണ്. ആദ്യം കുറേ കീറസാരികളൊക്കെ കൊണ്ടുവന്ന് ഇവിടെ വന്നിട്ട് ഇവളിതേ അശ്വിൻ്റെ മനസ്സ് കീഴടക്കി. ഇവളുടെ ചേച്ചിയാണെങ്കിൽ കാലിലൊരു മുറിവ് പറ്റാനിട്ട് പോലും മുറിവ് പറ്റിയത് പറഞ്ഞിട്ട് എൻ്റെ മോനെ കൊണ്ട് അവളെ എടുപ്പിച്ചു. അങ്ങനെ അവൻ്റെ മനസ്സും കീഴടക്കി. ഇപ്പം ചേച്ചി അനിയത്തി ഇങ്ങോട്ട് വന്നു, ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ എന്ന് പറഞ്ഞ പോലെ എന്ന് വേണ്ടി മനോരമ ചിരിക്കും കേട്ടോ. അതിനുശേഷം അശ്വിൻ ദേഷ്യത്തോടു കൂടി പോകുമ്പോൾ അഞ്ജലിയും പുറകെ പോകുന്നുണ്ട്. പക്ഷേ അഞ്ജലി റൂമിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ അശ്വിൻ വാതിൽ കൊട്ടിയടക്കും കേട്ടോ. അത് കാണുമ്പോൾ അഞ്ജലിക്ക് സങ്കടവും വിഷമവും ഒക്കെ വന്നിട്ട് അഞ്ജലി പൊട്ടിക്കരയാണ്. അഞ്ജലി കരയാണെന്ന് മനസ്സിലാക്കിയിട്ട് പോലും അശ്വിൻ വാതിൽ തുറക്കില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ ചേച്ചിക്ക് വേണ്ടിയിട്ടാണ് അശ്വിൻ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് അഞ്ജലിക്ക് ഒരിക്കലും മനസ്സിലാവരുത്. അതിന് വേണ്ടിയിട്ടാണ് അശ്വിൻ അങ്ങനെ ചെയ്തത്. അതിനുശേഷം ശ്രുതിയുടെ അടുത്ത് ചോദിക്കേണ്ട, അമ്മയും ശ്രുതി നീ എന്ത് പണിയാണ് കാണിച്ചതെന്ന് ചോദിക്കുകയാണ്. അമ്മായി പറയുന്നുണ്ട്, ശ്രുതി നീ കാണിച്ചത് ഭയങ്കര കടുത്ത കൈയായി പോയി, നിൻ്റെ അമ്മയും അച്ഛനും നിന്നെ എന്തുമാത്രം സ്നേഹിച്ചാണ് വളർത്തിയത്, പ്രീതിനെ പോലെ തന്നെയല്ലേ നിന്നെ വളർത്തിയത്, എന്തെങ്കിലും കുറവ് നിന്റെ ജീവിതത്തിൽ അവർ ഇതുവരെ വരുത്തിയിട്ടുണ്ടോ? പിന്നെ നീ എന്തിനാ അവരിങ്ങനെ വേദനിപ്പിച്ചത്? ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ അവർ നിന്നെ വിഷമിപ്പിച്ചിട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. ശ്രുതി ഇങ്ങനെ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം അമ്മായി പറയണ്ടേ, ഇപ്പം എനിക്ക് തോന്നണം ഇവിടെ മനോരമ പറഞ്ഞത് തന്നെയായിരിക്കും സത്യം, നീ ഇതെല്ലാം നിന്റെ പ്ലാനിങ് തന്നെയാണ്, പ്രീതി നീയും ഈ വീട്ടിൽ കടന്നു കയറാൻ വേണ്ടി നീ ഉണ്ടാക്കിയ പ്ലാനിങ് അല്ലേ ഇതെല്ലാം എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി ആകെ ഞെട്ടിപ്പോകുവാണ്. അതിനുശേഷം ശ്രുതിയുടെ അടുത്ത് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്താ ശ്രുതി നീ മിണ്ടാതിരിക്കണത്? നിൻ്റെ കഴുത്തിൽ കിടക്കുന്ന ഈ താലി, നീ താലിനെക്കുറിച്ചും കല്യാണത്തിനെക്കുറിച്ചും വളരെ മഹാത്മ്യമായിട്ട് നമ്മുടെ ലാവണ്യക്ക് ക്ലാസ്സൊക്കെ എടുത്തിടല്ലോ, എന്നിട്ട് നീ ഇപ്പം എന്താ കാണിച്ചു വെച്ചിരിക്കുന്നത്? എന്താ ശ്രുതി സംഭവിച്ചത്? നീ എങ്കിലും ഒന്ന് പറ. കുഞ്ഞിനൊന്നും മിണ്ടാതെ റൂമിൽ പോയി കഥ കടച്ചു, ഇനിയിപ്പോൾ അവനൊന്നും ആരെയും കാണുകയും വേണ്ട പറയുകയും വേണ്ടല്ലോ. പക്ഷെ നീ അങ്ങനെയല്ല, നീ ഇതിനെ മറുപടി പറഞ്ഞേ പറ്റൂ എന്ന് ശ്രുതിയുടെ അടുത്ത് മുത്തശ്ശി പറയുകയാണ്. ആ സമയത്ത് ശ്രുതി ആലോചിക്കാട്ടോ, വേറൊന്നുമല്ല, അശ്വിൻ ശ്രുതിനെയും വിളിച്ചുകൊണ്ട് ഒരു അമ്പലത്തിൽ, അതായത് ആ അമ്പലത്തിൽ അധികം ആൾക്കാരൊന്നുമില്ല, ചെറിയൊരു അമ്പലമാണ്. ആ അമ്പലത്തിൽ പക്ഷേ ഇങ്ങനെ വിളക്കൊക്കെ ഇങ്ങനെ കത്തി നിൽക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ശ്രുതിയുടെ കയ്യും പിടിച്ചിട്ട് ആ അമ്പലത്തിലേക്ക് പോയതിന് ശേഷം അവിടെ വെച്ചിട്ട് ശ്രുതിയുടെ കഴുത്തിൽ ഒരു താലി ചാർത്തി കൊടുക്കുകയാണ്. ശേഷം നെറ്റിയിൽ സിന്ദൂരവും ചാർത്തി കൊടുക്കുന്നുണ്ട്. അശ്വൻ പറയണ്ടേ, ഇന്ന് മുതൽ ഈ നിമിഷം മുതൽ നീ എൻ്റെ ഭാര്യയാണ്. പക്ഷെ ഭാര്യ ആ പേര് മാത്രം നിനക്കുള്ളൂ, അല്ലാതെ ഭാര്യയുടെ ഒരു കടമയോ അല്ല ഭാര്യയുടെ സ്നേഹമോ കെയറിങ്ങോ ഒന്നും നീ എനിക്ക് തരണ്ട, പേര് അത് മാത്രം നിനക്ക് ഉണ്ടാവുള്ളൂ എന്ന് പറയാണ്. ഇന്നത്തേക്ക് 6 മാസം, കറക്റ്റ് 6 മാസം ആകുമ്പോൾ നിനക്ക് നിൻ്റെ വഴി, എനിക്ക് എൻ്റെ വഴി എന്നൊക്കെ പറഞ്ഞിട്ട് അശ്വിൻ നടന്ന് താലി ചാർത്തിട്ടാണ് പോണത്. പക്ഷെ അതിനൊന്നും ശ്രുതി മറുപടി പറയണില്ല. ശ്രുതി കരഞ്ഞുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ കാര്യം ശ്രുതി ഇങ്ങനെ ആ സമയത്തായിട്ട് നമ്മൾ ആലോചിക്കുന്നത് കാണിക്കണം. അപ്പോൾ മുത്തശ്ശി ചോദിക്കേണ്ടത് വീണ്ടും എന്താ ശ്രുതി സംഭവിച്ചത്? നിങ്ങൾ തമ്മിൽ ഇങ്ങനൊരു തീരുമാനം പെട്ടെന്ന് എടുക്കാൻ എന്താ കാരണം? എല്ലാവരുടെ മുമ്പിൽ ശത്രുക്കളെ പോലെ കാണിച്ച് പെരുമാറിയൊക്കെ നടന്നു, എന്നിട്ട് അവസാനം നിങ്ങൾ എന്തിനെങ്ങനെ ചെയ്തത്? അഥവാ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങളോട് പാരൻസിനോട് പറഞ്ഞാൽ ഞങ്ങൾ വിവാഹം സന്തോഷത്തോടെ നടത്തി തരില്ല, പിന്നെ നിങ്ങൾ എന്തിനാ ഇങ്ങനെ എടുത്തു ചാടി ഇങ്ങനെ ചെയ്തത്? കാരണം എന്താണ്? ഇതിനൊരു കാരണം ഉണ്ടാവുമല്ലോ, ആ കാരണം ഞങ്ങൾക്ക് അറിയേണ്ടതെന്ന് പറയുമ്പോൾ ശ്രുതി ഒന്നും മിണ്ടാതെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ എല്ലാവരും അവിടെ നിന്ന് മാറി പിരിഞ്ഞ് പോവാണ്. നമ്മുടെ പ്രീതിനെ അവിടെ നിർത്തിയതിന് ശേഷം അമ്മായി അച്ഛനൊക്കെ പോകുന്നുണ്ട്. ശ്രുതി അവിടെ ഒറ്റയ്ക്കിരുന്ന് റൂമിലിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ആ സമയത്ത് അഞ്ജലി അശ്വിൻ്റെ അടുത്തേക്ക് വരുന്നത്. വാതിൽ മുട്ടുമ്പോഴേക്കും അശ്വിൻ പെട്ടെന്ന് വാതിൽ തുറക്കുന്നുണ്ട്. എന്നിട്ട് ശ്രുതിയെടുത്ത് അശ്വിനോടും കൂടി അഞ്ജലി പറയുന്നുണ്ട്, എന്തായാലും നിങ്ങളുടെ കല്യാണം കഴിഞ്ഞു, ചടങ്ങുകൾ പോലെ നടക്കട്ടെ, നീ ഒരു കാര്യം ചെയ്യ കുഞ്ഞ, ഇവിടുന്ന് റൂമിൽ നിന്ന് പുറത്തേക്ക് പോ, ഞാൻ ഈ റൂമൊക്കെ എനിക്കൊന്ന് അലങ്കരിക്കണം, അതിനുശേഷം നിങ്ങൾ രണ്ടുപേരും അകത്തേക്ക് കയറിയാൽ മതി എന്ന് പറയണം. ചേച്ചി അതിൻ്റെ ആവശ്യമൊന്നുമില്ല, വേണം, ഇന്ന് പ്രീതിക്കും ആകാശിൻ്റെ ഫസ്റ്റ് നൈറ്റ് ആണ്, നിങ്ങളുടെയും കല്യാണം കഴിഞ്ഞതാണല്ലോ, നിങ്ങളുടെയും ഫസ്റ്റ് നൈറ്റ് ഇന്ന് തന്നെയാണ് എന്ന് പറയാണ്. ശേഷം ശ്രുതിക്ക് ഒരു നല്ല വില കൂടിയ ഡ്രസ്സ് അഞ്ജലി കൊടുക്കുകയാണ്. അതിനുശേഷം വില കൂടിയ മാലയും കമ്മലും വളയും എന്തൊക്കെ വില കൂടിയത് കൊടുക്കാവോ, അതായത് ഡയമണ്ടിൻ്റെ സാധനങ്ങൾ കൊടുക്കാവോ അതൊക്കെ ശ്രുതിക്ക് കൊടുക്കുകയാണ്. ഇതെല്ലാം നീ ഇട്ടിട്ട് നിലത്തേക്ക് വരണം, ചെറിയൊരു കാര്യമുണ്ട് എന്ന് പറയണം. അങ്ങനെ ശ്രുതി ആ ഡ്രസ്സും ആഭരണങ്ങളൊക്കെ ഇട്ട് നിലത്തേക്ക് വരുവാണ്. ആ സമയത്ത് നമ്മുടെ പ്രീതിയും അതേപോലത്തെ ആഭരണങ്ങളും ഡ്രസ്സിട്ട് നിലത്തേക്ക് വരുന്നുണ്ടോ. അവരുടെയും ഫസ്റ്റ് നൈറ്റ് ആണല്ലോ, രണ്ടുപേർക്കും ഒരുപോലത്തെ ആഭരണങ്ങളും ഡ്രസ്സാണ് അഞ്ജലി വാങ്ങിച്ചു കൊടുത്തത്.
അതിനുശേഷം മുത്തശ്ശി പറഞ്ഞത് നടന്നതൊക്കെ നടന്നു, എന്തായാലും നിങ്ങളുടെ രണ്ടുപേരും ഇന്നത്തെ ദിവസം ഇന്ന് മുതൽ നിങ്ങളുടെ രണ്ടുപേരുടെ ജീവിതം തുടങ്ങുവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ജീവിതത്തിനെ കുറിച്ച് ഓരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. അശ്വിനെ വല്ലാത്ത പുച്ഛം മാത്രമാണ് കേട്ടോ തോന്നുന്നത്. ശേഷം ശ്രുതിയുടെ അടുത്ത് പറയുന്നുണ്ട്, അഞ്ജലി ഒരു കാര്യം ചെയ്യും, നീ ഇവിടെ നിൽക്ക്, റൂമൊക്കെ അലങ്കരിച്ചിട്ട് ഞാൻ വിളിക്കാം, എന്നിട്ട് വന്നാൽ മതി എന്ന് പറയാണ്. പ്രീതിനെ പറഞ്ഞു വിടുന്നുണ്ട്, കാരണം അവരുടെ റൂമും ഫസ്റ്റ് നൈറ്റിൻ്റെ റൂമൊക്കെ നേരത്തെ അലങ്കരിച്ചതാണല്ലോ. അങ്ങനെ അഞ്ജലി ഷ്യാമിനെ വിളിച്ചിട്ട് റൂമിലേക്ക് പോകാനുണ്ട്. ഫസ്റ്റ് നൈറ്റിന് വീട്ടിലുള്ള പൂക്കളും പഴങ്ങളും പലഹാരങ്ങളും സ്വീറ്റ്സും എല്ലാം നിരത്തി വെക്കണം. അപ്പോൾ ഷ്യാം പറയണ്ടേ, എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യണത്, അവർ വെറുതെ കല്യാണം കഴിച്ച് ഇങ്ങനെ ചെയ്ത് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന് പറയുമ്പോൾ പറ്റില്ല, ഇതൊക്കെ ചെയ്ത് കൊടുക്കണം. ഷ്യാമേട്ടൻ ഇതിനൊന്നും പറയരുത്, ഇന്ന് പ്രീതിക്കും ആകാശിൻ്റെ ഫസ്റ്റ് നൈറ്റ് ആണെങ്കിൽ കുഞ്ഞിനും ശ്രുതിക്കും ഫസ്റ്റ് നൈറ്റ് തന്നെയാണ്, രണ്ടുപേരെ രണ്ട് രീതിയിൽ കാണേണ്ട കാര്യമില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് ഫസ്റ്റ് നൈറ്റിനുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുകയാണ്. ആ ഷ്യാമിനാണെങ്കിൽ ആകെ ദേഷ്യം വരും കേട്ടോ. അതിനുശേഷം അവരുടെ ഫസ്റ്റ് നൈറ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ശ്രുതിയുടെ കയ്യിലേക്ക് ഒരു ഗ്ലാസ് പാലൊക്കെ ആയിട്ട് അശ്വിൻ്റെ അടുത്തേക്ക് കൊടുത്ത് വിടുന്നുണ്ട് അഞ്ജലി. പക്ഷേ അശ്വിൻ ആ പാലൊന്നും കുടിക്കില്ല, ശ്രുതിനെ അടിച്ച് പുറത്താക്കുകയാണ് ചെയ്യുന്നത്. രാവിലെ തന്നെ എന്താണ് അവിടെ അഞ്ജലി വാതിലിൽ മുട്ടുന്നുണ്ട്. ആ സമയത്ത് അശ്വിൻ പെട്ടെന്ന് ചാടി എഴുന്നേൽക്കുവാണ്. എന്നിട്ട് ബാൽക്കണിയിൽ കിടക്കുന്ന ശ്രുതിനെ പൊക്കിയെടുക്കുകയാണ്, കാരണം ശ്രുതി ഉറക്കുമായിരിക്കും കേട്ടോ. പൊക്കിയെടുത്തിട്ട് റൂമിലേക്ക് പിടിച്ചിടുവാണ്. എന്നിട്ട് ശ്രുതിയുടെ പൊട്ടുണ്ടല്ലോ, ആ പൊട്ടൊക്കെ ഇങ്ങനെ മായ്ച്ച് കളയും, കാരണം ഫസ്റ്റ് നൈറ്റ് നടന്നു എന്ന രീതിയിലാക്കാനായിട്ട്. എന്നിട്ട് വാതിൽ തുറക്കുമ്പോൾ അഞ്ജലി പറയുന്നുണ്ട്, ശ്രുതിനെയും അശ്വിനെയും ഒന്ന് നോക്കിയിട്ട് പറയുന്നുണ്ട് അഞ്ജലി, രണ്ടുപേരും നിലത്തേക്ക് തന്നെ പൂജ തുടങ്ങാൻ വേണ്ടി പോകുകയാണെന്ന് പറയും. അങ്ങനെ രണ്ടുപേരും നിലത്തേക്ക് വിളിച്ചതിന് ശേഷം അഞ്ജലി അവിടെ നിന്ന് പോകുകയാണ്. അപ്പോൾ ശ്രുതി ചോദിക്കുന്നത്, നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ എന്നോട് ചെയ്യണേന്ന് ചോദിക്കുമ്പോൾ, നീ ഒരു ചോദ്യം എന്നോട് ചോദിക്കേണ്ട എന്നിങ്ങനെ പറഞ്ഞിട്ട് അശ്വിൻ ദേഷ്യത്തോട് കൂടി തന്നെ അവിടെ നിന്ന് പോകുക കേട്ടോ. ശ്രുതി ആർത്തൊന്നും മിണ്ടില്ല. ശ്രുതി കല്യാണമൊക്കെ ആയിട്ട് എല്ലാ പെണ്ണുങ്ങളെയും പോലെ തന്നെ സാരിയെ കൊടുത്ത് നിറകിൽ സുന്ദരമൊക്കെ വെച്ചിട്ട് നല്ലൊരു സുന്ദരിയായിട്ട് തന്നെയായിട്ട് നിലത്തേക്ക് വരുന്നത്. അതിനുശേഷം പ്രീതിയാണെങ്കിൽ മിണ്ടണ പോലും ആരും മിണ്ടില്ല ശ്രുതിയുടെ അടുത്ത്, ആവശ്യത്തിന് മാത്രമേ മിണ്ടുള്ളൂ. പ്രീതിയുടെ അടുത്ത് നമ്മുടെ ശ്രുതി ചേച്ചി എന്ന് പറഞ്ഞ് പോകുമ്പോൾ പ്രീതി കരഞ്ഞുകൊണ്ട് ശ്രുതിനൊന്ന് നോക്കുവാണ്. അതിനുശേഷം അവിടെ നിന്ന് ഓടിപ്പോകുക കേട്ടോ. ആകാശ് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് പ്രീതിനെ, പ്രീതി നീ കൂടി ഇങ്ങനെ ചെയ്യല്ലേ, എന്തായാലും സംഭവിച്ചു, എന്തൊക്കെയായാലും നമുക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ടായല്ലോ, ചേട്ടനും അതുപോലെ തന്നെ ശ്രുതിയും തമ്മിൽ പ്രണയത്തിലാണെന്ന് നമുക്ക് മനസ്സിലായ കാര്യമല്ലേ, പിന്നെ അവർ നമ്മുടെ അടുത്ത് പറയാണ്ട് കല്യാണം കഴിച്ചു, അത്രയേ ഉള്ളൂ. അത് അവരങ്ങനെ ചെയ്തതിന് ഇപ്പം നമ്മുടെ അവർക്ക് കുറ്റമായിട്ട് കാര്യമൊന്നുമില്ല, അവർക്ക് ചിലപ്പോൾ അങ്ങനെ തോന്നിയായിരിക്കും, അവർ ചെയ്തായിരിക്കും, ആ സമയം അത്രയേ ഉള്ളൂ. അല്ലാണ്ട് നീ അവരുടെ ദേഷ്യപ്പെടല്ലേ, ശ്രുതിക്ക് അത് താങ്ങാൻ പറ്റില്ല, ഞാനും നീയും ഇപ്പോൾ ഒന്നിച്ചെങ്കിൽ അതിനെ കാരണം ഏട്ടനും ശ്രുതിയാണ്, അത് മറക്കരുത് എന്നൊക്കെ പറയണം. അപ്പോൾ പ്രീതി പറയണ്ടേ, എനിക്ക് അവളോട് ദേഷ്യമൊന്നുമില്ല, പക്ഷെ അവൾക്കൊരു വാക്ക് എന്നോട് പറയാമായിരുന്നല്ലോ, ഞാൻ അവളെ ചേച്ചി മാത്രമല്ല അമ്മയും കൂടിയാണെന്ന് അവൾ പറയാറ്, പിന്നെ എന്തിനാ അവൾ എന്നോട് ഇങ്ങനെ ചെയ്തതെന്നൊക്കെ ചോദിച്ചിട്ട് പ്രീതി പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആകാശ് സമാധാനിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ആ വീട്ടിലെല്ലാവരും നമ്മുടെ ശ്രുതിനെ കുറച്ച് ദിവസത്തേക്ക് ഒറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യും കേട്ടോ. മുത്തശ്ശിയാണെങ്കിൽ പോലും അധികം ഒന്നും മിണ്ടത്തൊന്നുമില്ല. അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ കാണാൻ പോണത് ഈ വരുന്ന ആഴ്ച ലാസ്റ്റോട് കൂടിയിട്ടാണ്. അത് കഴിഞ്ഞിട്ടുള്ള നിമിഷങ്ങളൊക്കെ നല്ല രസമുണ്ടോ കാണട്ടെ. പിന്നെ അശ്വിൻ ശ്രുതിനെ മനസ്സിലാക്കുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ട്, അത് പെട്ടെന്നൊരു ദിവസം മനസ്സിലാക്കണതല്ല, ആരുടെ വായിന്ന് കേട്ട് മനസ്സിലാക്കണമെന്നല്ല, പതുക്കെ പതുക്കെ ശ്രുതിയുടെ നന്മകൾ മനസ്സിലാക്കുകയാണ് അശ്വിൻ. പിന്നീടാണ് ശ്രുതിയാണെന്ന് കറക്റ്റ് എന്ന് മനസ്സിലാക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.